13-2-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ആരാണോ എങ്ങനെയാണോ ആ ഒന്നിനെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കണം. ഇത് തന്നെയാണ് മുഖ്യ കാര്യം. മനുഷ്യർക്ക് ഈ കാര്യം വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ചോദ്യം: മുഴുവൻ യൂണിവേഴ്സിന് വേണ്ടിയുള്ള ഏതൊരു പഠനം ഇവിടെ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്? ഉത്തരം: മുഴുവൻ യൂണിവേഴ്സിനു വേണ്ടിയുള്ള പഠനം ഇതാണ്. നിങ്ങൾ ഏവരും ആത്മാവാണ്. ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ പാവനമായി മാറും. മുഴുവൻ യൂണിവേഴ്സിൻ്റെയും പിതാവ് ഒരേ ഒരു തവണയാണ് വരുന്നത്, എല്ലാവരെയും പാവനമാക്കുന്നതിനായി. ആ ഒന്ന് രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് നൽകുന്നു. അതിനാൽ വാസ്തവത്തിൽ ഇത് ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ കാര്യങ്ങൾ കുട്ടികൾ സ്പഷ്ടമാക്കി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓം ശാന്തി. ഭഗവാനുവാച: ഇപ്പോൾ ഭഗവാൻ ആരാണ് എന്നത് ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൽ ആരും യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ യഥാർത്ഥ രീതിയിൽ ആരും അറിയുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങളിലും നമ്പർ വൈസാണ്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് അറിയുന്നത്. ഇവിടെ കഴിയുന്നു എങ്കിലും യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ബാബയെ ഓർമ്മിക്കുക എന്നത് വളരെ പ്രയാസമാണ്. കുട്ടികൾ വളരെ സഹജമാണ് എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ആരാണോ എന്നെ നിരന്തരം ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബുദ്ധിയിൽ ഈ യുക്തി നിലനിൽക്കുന്നു. ഞാൻ ആത്മാവ് വളരെ ചെറുതാണ്. എൻ്റെ ബാബയും ചെറിയൊരു ബിന്ദുവാണ്. പകുതി കൽപ്പം ഭഗവാന്റെ നാമം പോലും പറയുന്നില്ല. ദുഃഖത്തിൽ തന്നെയാണ് ഹേ ഭഗവാനെ എന്ന് ഓർമ്മിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ ആരാണ്? ഇത് ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കും? ഇതിന്മേൽ വിചാരസാഗര മഥനം നടക്കേണ്ടത് ആവശ്യമാണ്. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരും എഴുതിയിരിക്കുകയാണ്. ഇതിലൂടെയും ഇത് ആത്മീയ പരിധിയില്ലാത്ത പിതാവിൻ്റെ ഈശ്വരീയ വിശ്വവിദ്യാലയമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കും വിധം എന്ത് പേര് വയ്ക്കട്ടെ? ഇത് യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? യൂണിവേഴ്സ് എന്നതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് വരുന്നത്. യൂണിവേഴ്സ് എന്നാൽ മുഴുവൻ വേൾഡും. അതിന് യൂണിവേഴ്സിറ്റി എന്ന പേര് വച്ചിരിക്കുകയാണ്. അതിൽ എല്ലാ മനുഷ്യർക്കും പഠിക്കാൻ സാധിക്കും. യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുവാനുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ വാസ്തവത്തിൽ യൂണിവേഴ്സിനു വേണ്ടി ഒരേ ഒരു ബാബയാണ് വരുന്നത്. ഇത് ആ ഒന്നിൻ്റെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എയിം ഒബ്ജക്റ്റും ഒന്നാണ്. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ യൂണിവേഴ്സിനെയും പാവനമാക്കുന്നത്, യോഗം പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ ധർമ്മങ്ങളിലുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. മുഴുവൻ യൂണിവേഴ്സിൻ്റെയും പിതാവാണ് ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദർ. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്പിരിച്വൽ ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദർ എന്ന് പേര് വെച്ചുകൂടാ? ചിന്തിക്കപ്പെടുന്നുവല്ലോ. മനുഷ്യർ ഇങ്ങനെയാണ്. മുഴുവൻ വേൾഡിലും ബാബയെ ഒരാൾ പോലും അറിയുന്നില്ല. രചയിതാവിനെ അറിയണം, അപ്പോൾ രചനയെയും അറിയണം. രചയിതാവിലൂടെ തന്നെയാണ് രചനയെ അറിയാൻ കഴിയുന്നത്. ബാബ കുട്ടികൾക്ക് സർവ്വതും മനസ്സിലാക്കിച്ചു തരും. മറ്റാരും അറിയുന്നില്ല. ഋഷിമുനിമാരും നേത്തി നേത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് മുൻപ് ഈ രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രചയിതാവ് മനസ്സിലാക്കിച്ചു തന്നു. ബാബ പറയുന്നു, എന്നെ എല്ലാവരും വിളിക്കുകയും ചെയ്യുന്നു. വന്ന് നമുക്ക് സുഖവും ശാന്തിയും നൽകൂ.
കാരണം ഇപ്പോൾ ദുഃഖവും അശാന്തിയുമാണ്. ആ ഒന്നിൻ്റെ നാമം തന്നെ ദുഃഖഹർത്ത സുഖകർത്ത എന്നാണ്. അത് ആരാണ്? ഭഗവാൻ. എന്നാൽ എങ്ങനെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നത്? ഇതാരും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ക്ലിയറായി എഴുതണം. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കണം, നിരാകാരനായ ഗോഡ് ഫാദർ തന്നെയാണ് ഈ നോളജ് നൽകുന്നത്. ഇങ്ങനെയെല്ലാം വിചാരസാഗര മഥനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യരേവരും കല്ല് ബുദ്ധിയാണ്. ഇപ്പോൾ നിങ്ങളെ പവിഴ ബുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പവിഴ ബുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 50-ൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നവരെയാണ്. ഫെയിലാകുന്നവർ പവിഴ ബുദ്ധിയല്ല. രാമന് ബാണം എന്തുകൊണ്ട് കാണിച്ചിരിക്കുന്നു എന്നതും ആരും മനസ്സിലാക്കുന്നില്ല. ശ്രീകൃഷ്ണന് സ്വദർശന ചക്രം കാണിച്ചിരിക്കുന്നു. കൃഷ്ണൻ എല്ലാവരെയും വധിച്ചുവെന്നും രാമന് ബാണം കാണിച്ചിരിക്കുകയും ചെയ്യുന്നു. ഒരു വിശേഷ മാഗസീൻ ഇറങ്ങുന്നു. അതിൽ കാണിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് സ്വദർശന ചക്രത്തിലൂടെ അകാസുരനെയും വകാസുരനെയും മറ്റും കൊല്ലുന്നത്. രണ്ടുപേരെയും ഹിംസകരാക്കിയിരിക്കുകയാണ്. പിന്നെ ഡബിൾ ഹിംസകരും ആക്കിയിരിക്കുകയാണ്. അവർക്കും കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുവല്ലോ. അത് നിർവികാരി ദേവീ ദേവത ആണ്. അവിടെ രാവണ രാജ്യമേ ഇല്ല. ഈ സമയത്തെ രാവണ സമ്പ്രദായം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നു. എങ്കിൽ യോഗബലത്തിലൂടെ കുട്ടികൾ ജനിക്കുക സാധ്യമല്ലേ? അത് നിർവികാരി ലോകം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണരായിരിക്കുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കട്ടെ ഇവരുടെ പക്കൽ മുഴുവൻ ജ്ഞാനവുമുണ്ട് എന്ന്. ഒരല്പമെങ്കിലും ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഇവർ ബ്രാഹ്മണ കുലത്തിലേതാണ് എന്ന് മനസ്സിലാകും. ചിലരുടെ കാര്യത്തിൽ പെട്ടെന്ന് മനസ്സിലാകും ഇവർ ബ്രാഹ്മണ കുലത്തിലേതല്ല. അനേകം പ്രകാരത്തിലുള്ളവർ വരുന്നുവല്ലോ. നിങ്ങൾ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്പിരിച്വൽ ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദർ എന്ന് എഴുതി നോക്കൂ. എന്താണ് ഉണ്ടാകുന്നതെന്ന് വിചാരസാഗര മഥനം ചെയ്ത് വാക്കുകൾ കൂട്ടിച്ചേർക്കണം. ഇതിൽ എഴുതുന്നതിനുള്ള വലിയ യുക്തി ആവശ്യമാണ്. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കണം, ഇവിടെ ഈ നോളജ് ഗോഡ് ഫാദർ മനസ്സിലാക്കിക്കുന്നു അഥവാ രാജയോഗം പഠിപ്പിക്കുന്നു. ഈ വാക്കും കോമൺ ആണ്. ജീവൻ മുക്തി, ഡീറ്റി സോവറിനിറ്റി ഇൻ സെക്കൻഡ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കണം. അത് മനുഷ്യരുടെ ബുദ്ധിയിലിരിക്കണം. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന ഉണ്ടാകുന്നു. മന്മനാഭവയുടെ അർത്ഥമാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. നിങ്ങൾ ബ്രഹ്മാമുഖ വംശാവലി ബ്രാഹ്മണ കുലഭൂഷണർ സ്വദർശന ചക്രധാരിയാണ്. ഇപ്പോൾ അവരാണെങ്കിൽ സ്വദർശന ചക്രം വിഷ്ണുവിന് കാണിക്കുന്നു. ശ്രീകൃഷ്ണനും 4 ഭുജങ്ങൾ കാണിക്കുന്നു. ഇപ്പോൾ കൃഷ്ണന് 4 ഭുജങ്ങൾ ഉണ്ടായിരിക്കുക എങ്ങനെ സാധ്യമാകും? ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ വളരെ വിശാല ബുദ്ധിയും പവിഴ ബുദ്ധിയുമാകണം. സത്യയുഗത്തിൽ യഥാ രാജാ റാണി തഥാ പ്രജ പവിഴ ബുദ്ധി എന്ന് പറയുമല്ലോ. അതാണ് പവിഴ ലോകം. ഇതാണ് കല്ലുകളുടെ ലോകം. നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ഈ നോളജ് ലഭിക്കുന്നു. നിങ്ങൾ തൻ്റെ രാജ്യം ശ്രീമത്തിലൂടെ വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ നമുക്ക് യുക്തി പറഞ്ഞു തരുന്നു. രാജാവും മഹാരാജാവും എങ്ങനെയാകാൻ സാധിക്കും? നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗോളത്തിന്മേൽ മനസ്സിലാക്കിക്കുന്നതും വളരെ സഹജമാണ്. ഈ സമയത്ത് നോക്കൂ, എത്ര ജനസംഖ്യയാണ്. സത്യയുഗത്തിൽ എത്ര കുറച്ചു പേരാണുള്ളത്. സംഗമം ആണല്ലോ. ബ്രാഹ്മണർ കുറച്ചായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. ബ്രാഹ്മണരുടെ യുഗം തന്നെ ചെറുതാണ്. ബ്രാഹ്മണർക്ക് ശേഷമാണ് ദേവതമാർ. പിന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. കുട്ടിക്കരണം മരിച്ചിൽ ഉണ്ടാകുന്നുവല്ലോ.
അപ്പോൾ ഏണിപ്പടിയുടെ ചിത്രത്തോടൊപ്പം വിരാട രൂപവും ഉണ്ടായിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് ക്ലിയർ ആകും. ആര് നിങ്ങളുടെ കുലത്തിലേതായിരിക്കുമോ അവരുടെ ബുദ്ധിയിൽ രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് സഹജമായി തന്നെ ഇരിക്കും. അവരുടെ മുഖത്തു നിന്നും മനസ്സിലാകും ഇവർ നമ്മുടെ കുലത്തിലേതാണോ അതോ അല്ലയോ. അഥവാ അല്ലെങ്കിൽ മനസ്സാന്നിധ്യം ഇല്ലാത്തവരെ പോലെ കേൾക്കും. ആര് ബുദ്ധിമാനായിരിക്കുമോ അവർ ശ്രദ്ധയോടെ കേൾക്കും. ഒരു തവണ ആർക്കെങ്കിലും പൂർണ്ണമായി അമ്പ് കൊണ്ടുവെങ്കിൽ പിന്നെ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ചോദ്യം ചോദിക്കും. ആരെങ്കിലും നല്ല പുഷ്പം ആയിരിക്കുമെങ്കിൽ ദിവസവും സ്വയമേ വന്ന് മുഴുവനും മനസ്സിലാക്കിയ ശേഷം പോകും. ചിത്രങ്ങളിലൂടെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതാകട്ടെ തീർച്ചയായും ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ചോദിക്കാതെ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ചിലരാണെങ്കിൽ വളരെയധികം ചോദിച്ചുകൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാക്കുകയില്ല. പിന്നെ ബഹളമുണ്ടാക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ പറയും ഈശ്വരൻ നിങ്ങളുടെ രക്ഷയും ചെയ്യില്ല എന്ന്. ഇപ്പോൾ ആ ഒന്ന് എന്ത് രക്ഷയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങളുടെ കണക്ക് സമാപ്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അവർ ആരോഗ്യം മോശമാകുമ്പോൾ പറയുന്നു രക്ഷിക്കൂ. ബാബ പറയുന്നു ഞാൻ വരുന്നത് പതീതരെ പാവനമാക്കുവാനാണ്. ആ തൊഴിൽ നിങ്ങളും പഠിക്കൂ. ബാബ 5 വികാരങ്ങളുടെ മേൽ ജയം നേടിത്തരുന്നു. അപ്പോൾ കൂടുതൽ ശക്തമായി അത് എതിരിടും. വികാരത്തിൻ്റെ കൊടുങ്കാറ്റ് വളരെ ശക്തിയോടെ വരുന്നു. ബാബ പറയുന്നു ബാബയുടേതാകുമ്പോൾ ഈ എല്ലാ രോഗങ്ങളും ഇളകി മറിയും. കൊടുങ്കാറ്റ് ശക്തമായി വരും. പൂർണ്ണമായും ബോക്സിംഗ് ആണ്. നല്ല നല്ല ഗുസ്തിക്കാരെയും തോൽപ്പിക്കുന്നു. പറയുന്നു ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും കുദൃഷ്ടി ഉണ്ടാകുന്നു. രജിസ്റ്റർ ചീത്തയായി പോകും. കുദൃഷ്ടി ഉള്ളവരോട് സംസാരിക്കുവാൻ പാടില്ലാത്തതാണ്. ബാബ എല്ലാ സെൻറ്റേഴ്സിലെ കുട്ടികളെയും മനസ്സിലാക്കിക്കുകയാണ്. കുദൃഷ്ടിയുള്ളവർ വളരെ അനേകമുണ്ട്. പേര് പറയുകയാണെങ്കിൽ കൂടുതൽ ട്രേറ്ററായി മാറും. തൻ്റെ സത്യനാശം ചെയ്യുന്നവർ തലകീഴായ കാര്യം ചെയ്യുവാൻ തുടങ്ങുന്നു. കാമവികാരം മൂക്കിന് പിടികൊടുന്നു. മായ വിടുന്നില്ല. കുകർമ്മവും കുദൃഷ്ടിയും കുവചനവും വന്നുകൊണ്ടിരിക്കുന്നു. തെറ്റായ പെരുമാറ്റമുണ്ടാകുന്നു. അതിനാൽ വളരെ വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണം. കുട്ടികളായ നിങ്ങൾ എക്സിബിഷനും മറ്റും നടത്തുമ്പോൾ ആർക്കും സഹജമായി മനസ്സിലാക്കാൻ കഴിയും വിധത്തിലുള്ള യുക്തി രചിക്കൂ. ഈ ഗീതാജ്ഞാനം സ്വയം ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ശാസ്ത്രങ്ങളുടെയോ മറ്റോ കാര്യമില്ല. ഇത് പഠനമാണ്. ഗീതാ പുസ്തകം ഇവിടെയില്ല. ബാബ പഠിപ്പിക്കുന്നു. പുസ്തകം കയ്യിലെടുക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ഗീത എന്ന നാമം എവിടെ നിന്നും വന്നു? ഈ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഉണ്ടാകുന്നത് തന്നെ പിന്നീടാണ്. എത്ര അനേകം മഠങ്ങളും മാർഗങ്ങളുമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ശാസ്ത്രങ്ങളുണ്ട്. ശാഖോപശാഖകൾ ഏതെല്ലാമുണ്ടോ, ചെറിയ ചെറിയ മഠങ്ങൾ, മാർഗങ്ങൾ, അവർക്കും അവരവരുടേതായ ശാസ്ത്രങ്ങളും മറ്റുമുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികളാണ്. അവയിൽ നിന്നും മുക്തി ലഭിക്കുക സാധ്യമല്ല. സർവശാസ്ത്രമയി ശിരോമണി എന്ന് ഗീത പാടപ്പെട്ടിട്ടുണ്ട്. ഗീതയുടെ ജ്ഞാനം കേൾപ്പിക്കുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ നോളജ് ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ കയ്യിലില്ല. ഞാനും ശാസ്ത്രം പഠിച്ചിട്ടില്ല, നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല. അവർ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇവിടെ ശാസ്ത്രങ്ങളുടെ കാര്യമേ ഇല്ല. ബാബ നോളജ്ഫുൾ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നു. മുഖ്യമായത് 4 ധർമ്മങ്ങളുടെ 4 ധർമ്മശാസ്ത്രമാണ്. ബ്രാഹ്മണ ധർമ്മത്തിന് ഏതെങ്കിലും പുസ്തകമുണ്ടോ? എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ബാബയിരുന്ന് ഡീറ്റെയിലായി മനസ്സിലാക്കിച്ചു തരുന്നു.
മനുഷ്യരെല്ലാം കല്ലുബുദ്ധിയാണ്, അതിനാൽ ഇത്രയും ദരിദ്രമായിരിക്കുകയാണ്. ദേവതമാർ ഗോൾഡൻ ഏജിലായിരുന്നു. അവിടെ സ്വർണത്തിൻ്റെ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരുന്നു, സ്വർണത്തിൻ്റെ ഖനികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സത്യമായ സ്വർണമേ ഇല്ല. മുഴുവൻ കഥയും ഭാരതത്തിന്മേൽ തന്നെയാണ്. നിങ്ങൾ ദേവീദേവന്മാർ പവിഴബുദ്ധിയായിരുന്നു, വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോൾ സ്മൃതി വന്നു, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു, പിന്നെ നരകത്തിൻ്റെ അധികാരി ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പവിഴബുദ്ധിയാകുന്നു. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അത് പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഡ്രാമയനുസരിച്ച് പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു ടൈം പാസ്സാകുന്നുവോ അത് ആക്യുറേറ്റ് ആണ്. എന്നിരുന്നാലും പുരുഷാർത്ഥം ചെയ്യിക്കുമല്ലോ. സ്വയം ഭഗവാനാണ് നമ്മളെ ഹെവൻ്റെ അധികാരി ആക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യിക്കുന്നത് എന്ന ലഹരി ഏത് കുട്ടികൾക്കുണ്ടോ അവരുടെ മുഖം വളരെ ഫസ്റ്റ് ക്ലാസ്സും പ്രസന്നവും ആയിരിക്കും. ബാബ വരുന്നതും കുട്ടികളെ പ്രാപ്തിക്കു വേണ്ടി പുരുഷാർത്ഥം ചെയ്യിക്കുവാനാണ്. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ലോകത്തിൽ ആരും അറിയുന്നില്ല. ഹെവൻ്റെ അധികാരി ആക്കുന്ന ഭഗവാൻ പുരുഷാർത്ഥം ചെയ്യിക്കുകയാണ്. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. മുഖം വളരെ ഫസ്റ്റ് ക്ലാസ്സും പ്രസന്നവും ആയിരിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ സദാ ഹർഷിതമായിരിക്കും. ബാബയെ മറക്കുന്നതിലൂടെ വാടിയ അവസ്ഥ വരുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നതിലൂടെ പ്രസന്നമാകുന്നു. ഓരോരുത്തരുടെയും സർവീസിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ബാബയ്ക്ക് കുട്ടികളുടെ സുഗന്ധം വരുന്നുവല്ലോ. സൽപുത്രരായ കുട്ടികളിൽ നിന്നും സുഗന്ധം വരുന്നു, കുപുത്രരിൽ നിന്നും ദുർഗന്ധം വരുന്നു. പൂന്തോട്ടത്തിൽ സുഗന്ധ പുഷ്പത്തെ തന്നെയാണ് എടുക്കുന്നതിനായി ആഗ്രഹം ഉണ്ടാകുന്നത്. എരിക്കിനെ ആരാണ് എടുക്കുക? ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ ബോക്സിങ്ങിൽ തോറ്റുപോകരുത്. ഈ ശ്രദ്ധയുണ്ടായിരിക്കണം. ഒരിക്കലും വായിൽ നിന്നും കുവചനം വരരുത്. കുദൃഷ്ടി, തെറ്റായ പെരുമാറ്റം, കുകർമ്മവും ഉണ്ടാകരുത്. ഫസ്റ്റ് ക്ലാസ് സുഗന്ധ പുഷ്പം ആകണം. ഈ ലഹരി ഉണ്ടായിരിക്കണം. സ്വയം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലിരുന്ന് സദാ ഹർഷിതമായിരിക്കണം. ഒരിക്കലും വാടിപ്പോകരുത്. വരദാനം: ചലഞ്ചിൻ്റെയും പ്രാക്ടിക്കലിൻ്റെയും സമാനതയിലൂടെ സ്വയം തന്നെ പാപങ്ങളിൽ നിന്നും സേഫാക്കി വയ്ക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ ഏതൊരു ചലഞ്ച് ചെയ്യുന്നുവോ ആ ചലഞ്ചും പ്രാക്ടിക്കൽ ജീവിതവും തമ്മിൽ സമാനത ഉണ്ടാകണം. ഇല്ലെങ്കിൽ പുണ്യ ആത്മാവിന് പകരം ഭാരമുള്ള ആത്മാവായി മാറും. ഈ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഗതിയെ അറിഞ്ഞ് സ്വയം തന്നെ സേഫാക്കി വയ്ക്കൂ. കാരണം സങ്കല്പത്തിൽ പോലും ഏതെങ്കിലും വികാരത്തിൻ്റെ ദൗർബല്യം, വ്യർത്ഥ വാക്കുകൾ, വ്യർത്ഥ ഭാവന, വെറുപ്പിൻ്റെയും ഈർഷ്യയുടെയും ഭാവന പാപത്തിൻ്റെ കണക്കിനെ വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പുണ്യ ആത്മാഭവ എന്ന വരദാനത്തിലൂടെ സ്വയം തന്നെ സുരക്ഷിതമാക്കി വെച്ച് വിശ്വസേവാധാരിയാകൂ. സംഘടിത രൂപത്തിൽ ഏകമതത്തിൻ്റെയും ഏകരസസ്ഥിതിയുടെയും അനുഭവം ഉണ്ടാക്കിക്കൂ. സ്ലോഗൻ: പവിത്രതയുടെ ദീപനാളം 4 ഭാഗത്തും തെളിയിക്കൂ. അപ്പോൾ ബാബയെ സഹജമായി കാണുവാൻ സാധിക്കും. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. പ്രത്യക്ഷതയുടെ കൊടി പാറിക്കുന്നതിന് മുമ്പേ കേവലം 2 വാക്കുകൾ ഓരോ കർമ്മത്തിലും കൊണ്ടുവരണം. 1. സർവ സംബന്ധത്തിലും സമ്പർക്കത്തിലും പരസ്പരം ഏകത. അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും
അനേകതയിൽ ഏകതയും ദൃഢതയും. ഇത് തന്നെയാണ് സഫലതയുടെ ഉപാധി. ഇടയ്ക്കിടയ്ക്ക് ഏകത കുലുങ്ങിപ്പോകുന്നു. ഇവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നത് പാടില്ല. താങ്കളുടെ സ്ലോഗനാണ് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, വിശ്വപരിവർത്തനത്തിലൂടെ സ്വപരിവർത്തനം എന്നല്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സാകാര സ്മൃതിക്ക് ഉപരി നിരാകാരി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സാകാര പതനത്തിനും ഉപരിയായി നിരാകാരി ദേശ നിവാസിയാകുന്നു. സർവത്ര ശാന്തത നിറഞ്ഞ ശബ്ദത്തിനുപരിയായ ഈ ലോകത്തിൽ ഹൃദയേശ്വരനായ ബാബയുടെ സന്മുഖത്തിരുന്ന് ഈ അലൗകിക കൂടിക്കാഴ്ചയുടെ ആനന്ദമെടുക്കുന്നു. ബാബയുടെ ഈ ഓർമ്മ എത്ര സുഖദായിയാണ്. പരമാത്മാവിൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ പ്രകാശധാര എന്നിൽ പതിക്കുമ്പോൾ ആ സ്നേഹത്തെ ഞാൻ ലയിച്ചു ചേരും. ഈ പരമാത്മാ സ്നേഹം എന്നെ സമർത്ഥ സ്വരൂപമാക്കുന്നു. നിർവികൽപ സ്ഥിതി വരുത്തുന്നു. നിർവിഘ്നമാക്കി മാറ്റുന്നു. ഞാൻ സ്വയം ശക്തിശാലിയായി അനുഭവിക്കുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ നിരാകാരി ദേശത്തിൽ നിന്നും നിരാകാര ആത്മാവായി സാകാര ശരീരത്തിൻ്റെ ആധാര